വാഹനാപകടങ്ങളും ഗതാഗത കുരുക്കും പതിവായിട്ടും പത്തനംതിട്ട കുമ്പഴ ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കാൻ തയ്യാറാകാതെ അധികൃതർ. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ തിരക്കേറിയ മേഖലയായിട്ടും കുമ്പഴയോട് സർക്കാർ അവഗണന തുടരുകയാണ്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയും തിരക്കേറിയ പത്തനംതിട്ട മലയാലപ്പുഴ റോഡും കൂടിച്ചേരുന്ന ജംഗ്ഷനാണ് കുമ്പഴ. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും ഭാരവാഹനങ്ങളുമടക്കം ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. പ്രവൃത്തി ദിനങ്ങളിൽ കാൽനടക്കാരുടെ തിരക്കും വളരെ കൂടുതലാണ്. ഇവരെല്ലാം കുമ്പഴയിലെ ഗതാഗതക്കുരുക്കിൽ സ്ഥിരമായി പെടാറുമുണ്ട്. ശബരിമല സീസണിൽ തിരക്കിരട്ടിയാവും. അടിയന്തരമായി ഇവിടെ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടെ നിരവധി അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇവിടുന്ന് മലയാലപ്പുഴയ്ക്ക് പോകുന്ന വാഹനങ്ങൾ, അതോടൊപ്പം പുനലൂർ പോകുന്ന വാഹനങ്ങൾ, അതുപോലെ റാന്നിക്ക് പോകുന്ന വാഹനങ്ങൾ, പത്തനംതിട്ടയ്ക്ക് പോകുന്ന വാഹനങ്ങൾ, 4 സൈഡിലും കൂടെയും വാഹനം വരുന്ന റോഡാണ്. സ്വാഭാവികമായിട്ടും നിരവധി വാഹനങ്ങൾ പോവുകയും അതോടൊപ്പം ഇപ്പോൾ അയ്യപ്പൻ സീസണോട് ആയപ്പോഴത്തേക്ക് വാഹനങ്ങളുടെ എണ്ണം കൂടുതലാണ്. സ്വാഭാവികം ഇവിടെ ഒരു സിഗ്നൽ ലൈറ്റ് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണ്. രാവിലെ മുതൽ 2-3 പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്നാണ് നിലവിൽ ഗതാഗതം നിയന്ത്രിക്കുന്നത്. സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം മലയാലപ്പുഴ പാതയിലെ ഇടറോഡുകൾ വൺ വേ ആയി ഉപയോഗിച്ചാൽ ജംഗ്ഷനിലെ തിരക്ക് കുറയ്ക്കാനാകുമെന്നാണ് പോലീസ് പറയുന്നത്. വാഹനാപകടങ്ങൾ പതിവായ കുമ്പഴയിൽ ശാശ്വത പരിഹാരത്തിനായുള്ള കാത്തിരിപ്പിലാണ് നാട്ടുകാർ. ന്യൂസ് മലയാളം, പത്തനംതിട്ട. തിരുവനന്തപുരം മേലാറ്റിങ്ങൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനം അജ്ഞാത സംഘം അടിച്ചു തകർത്തതായി പരാതി. മേലാറ്റിങ്ങൽ സ്വദേശി ശ്രീജിത്തിന്റെ വാഹനമാണ് തകർത്തത്. ആക്രമണത്തിന് പിന്നിൽ ആരെന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് മേലാറ്റിങ്ങൽ സ്വദേശി ശ്രീജിത്തിന്റെ ട്രാവലർ ഒരു സംഘം അക്രമികൾ അടിച്ചു തകർത്തത്. വാഹനത്തിന്റെ ചില്ലുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. സ്ഫോടക വസ്തു എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമായിരുന്നു അക്രമമെന്നാണ് പരാതി. ഒച്ചകെട്ട ശ്രീജിത്തിന്റെ അച്ഛൻ ഹരിദാസ് പുറത്തിറങ്ങുമ്പോഴേക്കും അക്രമികൾ കടന്നു കളഞ്ഞു. 4 ബൈക്കുകളിലായി എത്തിയ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഹരിദാസ് പറയുന്നു. അവിടെ നിന്ന് താഴെ നിന്നൊരു 4-5 ബൈക്ക് വളരെ സ്പീഡിൽ വന്നു. അവർ ഇവിടെ വന്ന് ഈ വണ്ടി അടിച്ചു പൊട്ടിക്കുകയും ആരാന്ന് ചോദിച്ച് കേട്ടുകൊണ്ട് ഈ പടക്ക്, ഒരു വലിയ പടക്ക് എറിയുകയും ചെയ്തു. എന്നിട്ട് ഓടി അവർ മൗണ്ടിലോട്ട് പോയി. ശ്രീജിത്ത് മുൻ DYFI പ്രവർത്തകനാണ്. ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന കാര്യം വ്യക്തമല്ല. സംഭവത്തിൽ ആറ്റിങ്ങൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.